ഹലോ, ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾക്കിന്ന് ഒരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചോറിനൊപ്പം കൂട്ടാൻ നല്ല ഒരു അടിപൊളി കറിയാണ്. മീനൊന്നുമില്ലാതെ തന്നെ നല്ല രുചികരമായിട്ട് നമ്മൾക്ക് വെള്ളരിക്കയും അതുപോലെ തന്നെ മുരിങ്ങയ്ക്കയും കൂടെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 3 മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. മുരിങ്ങയ്ക്ക അതാ ഇത്രയും വലിപ്പത്തിലാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ കഴുകിയെടുത്തിട്ടാണ് കേട്ടോ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/4 കിലോൻ്റെ പകുതി വെള്ളരിക്ക നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി, വലിയൊരു തക്കാളി, 3 പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇത്രയാണ് കേട്ടോ. ഇത് നമ്മൾ ചട്ടിയിലാണ് വെക്കുന്നത്, മീനില്ലാത്ത മീൻ കറി. നല്ല രുചിയാണ്. അപ്പോൾ ഇത് നമുക്ക് ചട്ടിയിൽ സാധാരണ നമ്മൾ കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കണം. ഇതൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളം പുളിയാണ് കേട്ടോ. ഇത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് നന്നായിട്ട് ഇതിന് വെള്ളം പിഴിഞ്ഞെടുക്കണം. ഇനി നമ്മളിതിലേക്ക് ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് 1/2 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നോൺ വെജ് വേണമെന്നുള്ളവർക്ക് ഈ ഒരു കറി ഉണ്ടായാൽ മതി. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. വെള്ളരിക്കയാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. ഇതിന് പകരം നമ്മൾ പച്ചക്ക വേണമെങ്കിൽ ഇടാം. ഞാൻ പല രീതിയിൽ ഈ കറി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. ഇത് രണ്ടും കൂടെ. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് സ്റ്റൗവിൽ വെക്കാം. സ്റ്റൗവിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇതിങ്ങനെ ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഇത് ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഞാനിവിടെ അതാ സ്റ്റൗവിൽ കയറ്റി വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾക്ക് ഇനി മുറി തേങ്ങയാണ് കേട്ടോ. ഒരു തേങ്ങയുടെ പകുതി. അപ്പോൾ അത് ചിരവി എടുത്തപ്പോൾ 1 കപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ അളന്നെടുക്കുമ്പോൾ 1 കപ്പ്, അതല്ലെങ്കിൽ നമ്മളെടുക്കുമ്പോൾ 1 മുറി തേങ്ങ, അത്രേ വേണ്ടുള്ളൂ. ഇതിലേക്ക് ഇനി മുളക് പൊടി 1.5 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. 1 സ്പൂൺ നിറയെ മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ. ഞാനിത് തേങ്ങ എടുത്ത അതേ കപ്പിൽ തന്നെ 1/2 കപ്പോളം വെള്ളം അളന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 1/4 കപ്പും കൂടെ എക്സ്ട്രാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുറവായിരുന്നു കേട്ടോ വെള്ളം. അപ്പോൾ അത് അരച്ചെടുത്തു. ഇനി ഞാനിവിടെ പുളി പിഴിഞ്ഞെടുത്തത് 1 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന മുരിങ്ങയ്ക്കയും അതുപോലെ തന്നെ വെള്ളരിക്ക കൂടിയുള്ള ഈ കൂട്ടുവിട നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരിക്കലും ഉടഞ്ഞു പോകരുത് കേട്ടോ. ഒത്തിരി ഇട്ട് തിളപ്പിക്കരുത്. 2 തിള തിളച്ചാൽ മതി. നമ്മൾക്കിങ്ങനെ ഈ വെള്ളരിക്കയുടെ പീസൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതിങ്ങനെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. കൈ ഇങ്ങനെ പോവും കറക്റ്റ് വെന്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി അരച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പുളി പിഴിഞ്ഞതിൻ്റെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒഴിച്ച് കറിയാണ്. അപ്പോൾ ഞാനൊരു 1/2 കപ്പോളം കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. കാരണം ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഇടയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു തേങ്ങ പിരിഞ്ഞു പോവും. അതുകൊണ്ടാണ് നമ്മളിതിൽ പുളിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രുചിയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/4 സ്പൂണും കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഇടയിലൊക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇത് ഇത്രയും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇത് വേറെ നമ്മൾക്ക് ഇതിൻ്റെ കൂടെ സൈഡ് കറിയൊന്നും ഇല്ലാതെ സൈഡ് ഡിഷോ ഒന്നുമില്ലാതെ നമുക്ക് ചോറിൻ്റെ കൂടെ നല്ല ചെമ്പാവരി ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു കറിയാണ്. അപ്പോൾ ഇത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കണ്ടോ. ഇതുപോലെ സൈഡിലൊക്കെ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ വേറെ തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഇത് ഇനി നമുക്ക് കുറച്ചൊന്ന് ഇതുപോലെ തുറന്ന് വെച്ചൊന്ന് അടച്ച് വയ്ക്കാം. 1 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുമ്പോഴേക്കും കണ്ടോ നമ്മുടെ തേങ്ങാക്കൂട്ട് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടപ്പോൾ അതാ തിളച്ച് വരുന്നുണ്ട്. ഒന്ന് തിളയ്ക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വരണേ. കാരണം നമ്മൾ ഈ മസാലകളൊക്കെ ചേർത്തില്ലേ, അരപ്പൊക്കെ ചേർത്തില്ലേ, അതെല്ലാം ഈ മുരിങ്ങയ്ക്കായുടെ ഉള്ളിലൊക്കെ നന്നായിട്ട് പിടിച്ച് വരണം കണ്ടോ. ഇതുപോലെയാണ് ഇരിക്കേണ്ടത്. ഒരു വറ്റി ഇരിക്കേണ്ട ഒരു കറിയല്ല കേട്ടോ.
ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കാറ്, ഇത്രയും തന്നെ ലൂസാക്കിയിട്ട്. അപ്പോൾ ഇത് തിളയ്ക്കാൻ വെക്കുമ്പോൾ സാധാരണ പോലെ തിളച്ചുടനെ ഇതുപോലെ ഇറക്കി വയ്ക്കുകയൊന്നും ചെയ്യരുത്. നന്നായിട്ട് 1-2 തിളയ്ക്കണം, എന്നാലാണ് നമ്മളിതിലൊക്കെ മസാലയൊക്കെ പിടിച്ച് വരുള്ളൂ. അപ്പോൾ അതാ മുരിങ്ങയ്ക്കൊക്കെ ഇതുപോലെ തന്നെ എടുക്കണം കേട്ടോ. പക്ഷേ ഉള്ളിൽ വേവുകയും വേണം. ആ ഒരു രീതിക്ക് നല്ലൊരു തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതുവരെ ഞാൻ ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ അതാ നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ. 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. 1/4 സ്പൂണോളം ഉലുവ, മുഴുവൻ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ചെറിയ ഉള്ളിയാണ്, ഒരു 5-6 ചെറിയ ഉള്ളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ചെറിയ ഉള്ളി ചേർത്ത് നമ്മളിതുപോലെ കറിയൊന്ന് വറുത്തിടുമ്പോൾ നല്ലൊരു മണം രുചിയൊക്കെയാണ്. ഇനി ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇതായി വരും. ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് മസാലകളൊന്നും തന്നെ ചേർത്ത് കൊടുക്കണ്ട, സാധാരണ നമ്മൾ വറുത്ത് കോരുന്ന പോലെ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു 2 അല്ലിയോളം കറിവേപ്പില കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ചേർത്ത് കൊടുത്ത ഉടൻ തന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം കേട്ടോ. ബാക്കി പിന്നെ നല്ലോണം ഒന്നിങ്ങനെ നല്ല കളറായി വരും ഈ ഒരു ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ. പെട്ടെന്ന് തന്നെ നമുക്കിത് ഒഴിക്കാം, കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. നല്ലൊരു മീനില്ലാത്ത മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാകും. ഇത് ഞാൻ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഗോതമ്പ് ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇതുപോലെ ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.